കണ്ണൂർ ജില്ലയിൽ മഴ മാറി നിൽക്കുന്നില്ല. എല്ലാ ദിവസവും ഇന്നലെ രാത്രി അടക്കം ശക്തമായ മഴയാണ് പെയ്തത്. ഇതിപ്പോൾ കക്കാട് പുഴയോട് ചേർന്ന സ്ഥലമാണ്, കണ്ണൂർ നഗരത്തോട് ചേർന്ന സ്ഥലം. അവിടെ ഈ പുഴയോട് ചേർന്ന സ്ഥലത്ത് പുഴ കരകവിഞ്ഞൊഴുകി റോഡുകളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ഈ വഴിക്ക് പോകാനൊന്നും നടന്നു പോകുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾക്കും അത്ര ചെറിയ വാഹനങ്ങൾക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ നിരവധി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് ഈ വഴി ഓട്ടോറിക്ഷയ്ക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെയൊക്കെ തന്നെ പോകേണ്ട അവസ്ഥയാണ്. ഇന്നൽപ്പം വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടാ, വലിയ വെള്ളമാണോ അങ്ങോട്ടൊക്കെ? ഇല്ല, ഈ ഏരിയയിൽ കുറച്ച് ഈടിയും ഇതിൻ്റെ മുമ്പിലേ കുറച്ചുള്ളൂ. അങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ട് പിന്നെ കയറ്റാണ്. ഇത് ഈ വെള്ളം എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം വെള്ളം വരും. എല്ലാ കൊല്ലവും ഉണ്ടാകും വെള്ളം. അങ്ങോട്ടേക്ക് നടക്കുന്നു പോകൊക്കെ ദുരിതമല്ലേ? എല്ലാം നടക്കാണ്ട് നിവർത്താൻ പറ്റുക, ബസ്സും ഇല്ല. അങ്ങനെ ഇങ്ങോട്ട് ബസ് വരില്ലേ. അപ്പം നമുക്ക് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടതാണ്. പിന്നെ ഈടെ പോയിട്ട് ഈടെ നിന്നിട്ട് ബസ്സിന് പോകണം ഡോക്ടറെ അടുത്ത്. അതിന് വേണ്ടിയിട്ട് ആരോടാ പറയുക വഴി. ചെറിയൊരു മഴ പെയ്ത് ഇവിടെ വെള്ളം കയറും അല്ലേ? ചെറിയ മഴ പെയ്തൊക്കെ കയറലുണ്ട്. റോഡ് കുറച്ചും കൂടി ആയിട്ട് വരണം, രണ്ട് ഭാഗത്തും വരണം. അപ്പുറ സൈഡ് വിട്ട റോഡുണ്ട്, അത് ആടെയും വെള്ളം കയറും. പിന്നെ ഇത് മൊത്തം മൂടലുണ്ട് അധികം. പറയുന്നത് അതായത് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറുന്നു എന്നതാണ്. അതുകൊണ്ട് വലിയ ദുരിതം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കണ്ണൂർ ജില്ലയിലെ മൊത്തം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പാൽച്ചുരത്ത്, അതായത് വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് പോകുന്ന പാൽച്ചുരത്ത്, അവിടെയും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഏതായാലും മഴ ശക്തമായി തുടരും എന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഏതായാലും ഈ മഴ ഇടവിട്ട് തോർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അതിശക്തമായ മഴയാണ് പലപ്പോഴും ജില്ലയിൽ അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.